ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വൈകിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. രാവിലെ തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇടണമെന്ന് വിചാരിച്ചാണ്, ഒന്നും നടന്നില്ല. നൈറ്റ് ഡ്യൂട്ടിയാണ്, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല. ഇടണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വന്നതാണ്. പക്ഷേ ഒരു രീതിയിലും ഒരു റെസ്റ്റ് കിട്ടാത്തൊരു ഡ്യൂട്ടിയായിരുന്നു, അതുകൊണ്ട് ഒട്ടും പറ്റിയില്ല. അതുകൊണ്ടാണ് രാവിലെ വീഡിയോ ഇടാതിരുന്നത്. എന്താണെങ്കിലും ഈ വൈകിയ വേളയിൽ കാണുന്ന ചിലരെങ്കിലും ഉണ്ടാകും, സപ്പോർട്ട് ചെയ്യുന്ന ചിലരെങ്കിലും കാണും എന്ന് പ്രതീക്ഷയിടുകയാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിട്ടുള്ളത്. പാർത്ഥസാരഥിയും അർജുനും കൂടി അഞ്ജലിയും പത്മയും ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ആ ഒരു സീനിലേക്കാണ് ഇന്നലെ എപ്പിസോഡ് നമ്മൾ തീരുന്നത് കാണേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ അഞ്ജലിയും പത്മയെ ആക്രമിക്കാനായിട്ട് ഗുണ്ടകളിങ്ങനെ അടുത്തേക്ക് വരുന്ന ഒരു സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അർജുനും പാർത്ഥസാരഥിയും നിൽക്കുകയാണ്. അപ്പം ഇവരാണോ നീ പറഞ്ഞ രണ്ടുപേര്, ഇവരെയാണോ നിനക്ക് രക്ഷിക്കേണ്ടത് എന്ന് പാർത്ഥസാരഥി ചോദിക്കും. അപ്പോൾ അർജുൻ പറയും, അതെ ബ്രോ, എനിക്ക് രക്ഷിക്കേണ്ടത് ഇവരെയാണ്, ഇവരെ എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അവർ രണ്ടുപേരും നമ്മളിപ്പോൾ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ രക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടും. എന്താണെങ്കിലും ബ്രോ ഉള്ളത് കൊണ്ട് എനിക്കിവിടെ വേഗം എത്താനായിട്ട് പറ്റി ബ്രോ. പാർത്ഥസാരഥി പറയും, നിനക്ക് എൻ്റെ സഹായം എന്തെങ്കിലും വേണോ? ഇവരെ ഞാൻ കൈകാര്യം ചെയ്യാം, നീ ധൈര്യമായിട്ടിരിക്കും, ഞാനില്ലേ കൂടെ എന്ന് പറയും. അപ്പോൾ അർജുൻ പറയും, വേണ്ട ബ്രോ, ഞാനിവരെ കൈകാര്യം ചെയ്താലും ബ്രോ എന്താണെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല, വളരെ സന്തോഷമുണ്ട്. ബ്രോ ഇങ്ങനെ വന്ന് എന്നെ ഇവിടെ എത്തിച്ചു തന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് എത്താനായിട്ട് പറ്റിയത്. എന്താണെങ്കിലും ഞാൻ ഇവരെ നോക്കിക്കോളാം, എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന കേസുള്ളൂ ബ്രോ ധൈര്യമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോഴത്തേനും പാർത്ഥസാരഥി പറയും, എന്താ നീ നോക്ക്, എന്താണെങ്കിലും ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് കൂടിയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കും, നീ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക എന്ന് പറയും. അർജുൻ അങ്ങനെ പുറത്തേക്ക് വരും. അർജുൻ അവിടെ വന്നിട്ട് എടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയിലെങ്കിൽ വിളിക്കും. അപ്പോൾ ഗുണ്ടകളെല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കും. അർജുൻ അതാ കലിപ്പ് മൂടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും പാർത്ഥസാരഥിക്കും വളരെ സന്തോഷം. ഇവനാൾ കൊള്ളാമല്ലോ, ഇവനാൾ കൊള്ളാം, മിടുക്കൻ തന്നെ, ആളൊരു ഇത്തിരി ഉള്ളൂ എങ്കിലും ഒരു തീപ്പൊരി ഐറ്റം തന്നെ. ഇങ്ങനെ പാർത്ഥസാരഥി വിചാരിക്കും. അർജുൻ പിന്നീട് നമ്മൾ കാണുന്നത് അർജുൻ ഗുണ്ടകളുമായിട്ടുള്ള കട്ട ഇടിയും സീനുമാണ്. അപ്പോഴത്തേനും അർജുനെ കണ്ടപ്പോഴത്തേനും നമ്മുടെ അഞ്ജലിക്കും പത്മയ്ക്കും ഭയങ്കര സന്തോഷവും ഒരു ആശ്വാസമൊക്കെ തോന്നുകയാണ്. അങ്ങനെ വലിയ ഇടികളും ബഹളമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പാർത്ഥസാരഥിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അർജുനെ കൊണ്ട് മാത്രം നേരിടാൻ പറ്റത്തില്ല. ഇതിനിടയിൽ അർജുന് ഈ അഞ്ജലിയെയും പത്മയെയും രക്ഷിക്കുകയും വേണം. അതുകൊണ്ട് പാർത്ഥസാരഥി ഇറങ്ങിച്ചെല്ലും. പാർത്ഥസാരഥിയും ചെന്ന് ഗുണ്ടകളെ എല്ലാം അടിച്ച് നിരപ്പാക്കി കട്ട സീനാകോടെ. അപ്പോൾ ഇതിനിടയിൽ പാർത്ഥസാരഥി പറയും, നീ അവരെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കൂ, ഇവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പാർത്ഥസാരഥി അവരെ അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലിനെയും പത്മയെയും കൂട്ടി നമ്മുടെ അർജുൻ ഓടിപ്പോവും. പിന്നീട് നമ്മൾ കാണുന്നത് പാർത്ഥസാരഥി ഗുണ്ടകളെല്ലാം കൂടെ അടിച്ച് നിരപ്പാക്കി അവരെ ഒരു രീതിയിലും അർജുൻ്റെയും അഞ്ജലിയുടെയും പുറകെ പോകാതെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊരു സംഭവമാണ് പാർത്ഥസാരഥി ചെയ്യുന്നത് കേട്ടോ. എന്താണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു നിമിഷത്തിൽ അഞ്ജലിക്കും അർജുനും സപ്പോർട്ടായിട്ട് പാർത്ഥസാരഥി എത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഏറ്റവും ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഞ്ജലിയെയും പത്മയെയും കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് പാർത്ഥസാരഥിയും നമ്മുടെ അർജുനും തമ്മിൽ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ ഒരു വലിയൊരു സൗഹൃദത്തിന് പുതിയൊരു സംഭവത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. അഞ്ജലിക്കും അർജുനും ഇനിയുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾ ശക്തനായ ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം ഇനി മുതലുണ്ടാകും. അമ്പാടി മാത്രം പോരാ, അമ്പാടിക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇല്ലെങ്കിൽ കാർത്തികിൻ്റെയും കുറുപ്പിൻ്റെയും രാഘവനുണ്ണിയുടെ അടുത്തൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി മുതൽ ഒരു ശക്തനായ ഉറ്റ സുഹൃത്തായിട്ട് പാർത്ഥസാരഥി നമ്മുടെ അർജുൻ്റെ കൂടെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് പിരിയുകയാണ്. അഞ്ജലിനെയും അതുപോലെ പത്മയും കൂട്ടി നമ്മുടെ അർജുൻ വേഗം ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ സമയം പാർത്ഥസാരഥി ഗുണ്ടകളെല്ലാം കൈകാര്യം ചെയ്യും. പക്ഷേ ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പം ഇവർ വേഗം ഓടി രക്ഷപ്പെടുത്തി ഈ അമ്പാടിയുടെ അടുത്ത് എത്തുന്ന സമയത്ത്
ബൈക്കായിട്ട് ജംഗ്ഷനിൽ കാത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ അമ്പാടി. അപ്പോൾ അവിടെ വെച്ച് ഇവരെല്ലാവരും കണ്ടുമുട്ടുന്ന സമയത്ത് വീണ്ടും ഒരു പറ്റം ഗുണ്ടകൾ. നമുക്കറിയാം, കുറുപ്പ് ഓൾറെഡി ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ഈ അർജുൻ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവൻ എനിക്ക് ജീവനോടെ കിട്ടണം, ഒരു താലി കെട്ടാനുള്ള ആരോഗ്യം അവന് കൊടുത്താൽ മാത്രം മതി, ഇങ്ങനെ പറഞ്ഞ് കുറേ ഗുണ്ടകളെ ഓൾറെഡി ഈ കുറുപ്പ് പറഞ്ഞു വെച്ചിരുന്നു. ആ ഒരു സംഘം ആ ഒരു ബസ് കണക്കിന് വന്ന് ഇറങ്ങും. ആകെ പെട്ടൊരവസ്ഥയിൽ അർജുനും അഞ്ജലിയും നമ്മുടെ പത്മയും നമ്മുടെ അമ്പാടിയൊക്കെ ആവും. അപ്പോൾ അർജുന് കാര്യം മനസ്സിലായി, ഇത് അടുത്ത സെറ്റ് ഗുണ്ടകളാണെന്ന് പറയും. ആകെ ഇവരെന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥ. അർജുൻ അപ്പോൾ പറയും, ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നത് അർജുനും അഞ്ജലിയും അമ്പാടിയും പത്മയും കൂടി ഓടുകയാണ് കേട്ടോ. ഓടി അങ്ങ് പോകുമ്പോഴത്തേനും ഗുണ്ടകളും പുറകെ ഓടിച്ചെല്ലും. ഒരു പ്രത്യേക സ്ഥലം എത്തുമ്പോൾ ഇവരൊറ്റയടിക്ക് സ്പ്ലിറ്റായി പോകും. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, സ്കൂട്ടർ ബൈക്കൊന്നും എടുക്കാൻ ബൈക്ക് അമ്പാടി കൊണ്ടുവന്ന ബൈക്ക് എടുത്തില്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ ഒരു ട്രിക്കായിരുന്നു ഇവരൊന്ന് നൈസായിട്ട് പറ്റിക്കുക എന്നുള്ളൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ അർജുൻ ആ ഒരു സമയത്ത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ ഓടി ചെന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്തുമ്പോൾ ഒറ്റയടിക്ക് സ്പ്ലിറ്റായി പോകും. നമ്മുടെ അർജുനും അഞ്ജലിയും ഒരു വഴിക്കും അമ്പാടിയും പത്മയും ഒരു വഴിക്കും അങ്ങ് തിരിയും. അപ്പോൾ തന്നെ ഗുണ്ടകൾക്ക് തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ അവരും സ്പ്ലിറ്റായിപ്പോവും. അപ്പോൾ അമ്പാടിയുടെയും പത്മയുടെയും പുറകെ വെറും 2 പേര്, ഒരു പ്രായമായ ഒരു അപ്പാപ്പനും വേറൊരു പുള്ളി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ചു വന്ന് ബൈക്ക് എടുക്കുന്നതിൻ്റെ അവിടെ എത്തും. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വടി എടുത്ത് നമ്മുടെ അമ്പാടി അയാൾക്ക് 2 അടിയൊക്കെ കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അമ്പാടി വന്നിട്ട് പത്മയും കൂട്ടി രക്ഷപ്പെട്ടു പോകും കേട്ടോ. അപ്പം നമുക്കൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പ്രൊമോയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് അമ്പാടിയും അതുപോലെ തന്നെ പത്മയും മിസ്സിങ് ആണ്. അത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. പക്ഷേ എന്താണെങ്കിലും അതിനൊരു ആശ്വാസമായിട്ടുണ്ട്. അമ്പാടിയും പത്മയും ഇന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം നമ്മുടെ അഞ്ജലിയും നമ്മുടെ അർജുനും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ ഓടി ഒരു സ്ഥലത്തെത്തും. അവിടെ ഒരു മണ്ഡപമൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമെത്തും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്നത് സമൂഹ വിവാഹം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സംഭവം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറിപ്പ് ഒരുക്കിയിട്ടുള്ള ആ ഒരു മണ്ഡപം തന്നെയാണ് സമൂഹ വിവാഹം. കുറച്ച് തട്ടിപ്പ് പരിപാടിയൊക്കെ ഇട്ട് പുള്ളി നടത്തുന്നുണ്ട്. അവിടെ തന്നെയാണ് നമ്മുടെ അർജുനും അഞ്ജലിയും എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അർജുനും അഞ്ജലിയും കൂടെ അവിടെ ചെന്ന് എത്തുമ്പോഴത്തേനും അഞ്ജലി പറയും, എനിക്കിനി ഒട്ടും വയ്യ, നടക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ല, എനിക്ക് ഇനി ഒരടി മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അർജുൻ ആലോചിക്കും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. ഉടനെ തന്നെ അഞ്ജലിയെ വിളിച്ചിട്ട് ആ ഒരു മണ്ഡപത്തിൻ്റെ അകത്തേക്ക് കയറും. അർജുൻ പറയും, നമുക്ക് ഇതുവഴി കയറുവാണ്, ആ ബാക്ക് സൈഡിൽ ഒരു പള്ളിയുണ്ട്, അതിനകത്ത് പോയി നമുക്ക് ഒളിച്ചിരിക്കാനായിട്ട് പറ്റുമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അർജുനും അഞ്ജലിയും കൂടെ ആ മണ്ഡപത്തിൻ്റെ അകത്തേക്ക് കയറി പോകും. പക്ഷെ ഇപ്പോഴും ആ ഗുണ്ടകൾ ആ ഒരു സമയത്തും ഗുണ്ടകൾ ഫോളോ ചെയ്ത് വരും. അഞ്ജലിയും അർജുനും ഓടിപ്പോകുന്ന അവർ കാണും. അങ്ങനെ അർജുനും ഓടി അങ്കമഴിയൊക്കെ കയറി സംഭവങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി, ഇതൊരു സമൂഹ വിവാഹം നടക്കാൻ പോകുന്നൊരു സംഭവമാണെന്ന് മനസ്സിലാകും. അങ്ങനെ സംഭവങ്ങളൊക്കെ കാണും. അങ്ങനെ അവർ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ കല്യാണം കഴിക്കാനുള്ള സംഭവങ്ങൾ ഒരുക്കുന്നു, ചെറുക്കനും പെണ്ണും, അങ്ങനെ കുറേ സംഭവങ്ങൾ, ഒരു വിവാഹത്തിനുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ കാണും. അപ്പോൾ അർജുനും അഞ്ജലിയും കൂടെ അതിനകത്തേക്ക് കയറി ഒളിക്കാനായിട്ട് പോകുന്ന ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇത് കൂടാതെ വേറെ കുറച്ച് സീനുകളും ഉണ്ടായിരുന്നു. അതായത് അഞ്ജലിയുടെ വീട്ടിൽ ഒരു പുള്ളി കല്യാണം വിളിക്കാൻ വരുന്നതും അത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് സംഭവമായിട്ട് തോന്നിയില്ല. എന്താണെങ്കിലും അത് നമ്മൾ പറയുന്നില്ല. എന്താണെങ്കിലും ഏറ്റവും അവസാനം കാണുന്ന സീൻ ഇതാണ്, അഞ്ജലിയും അർജുനും ആ മണ്ഡപത്തിൽ തന്നെ കയറി ഒളിക്കുകയാണ്. അതായത് ഈ കുറിപ്പ് നടത്താൻ പോകുന്ന സമൂഹ വിവാഹത്തിൻ്റെ മണ്ഡപത്തിൽ തന്നെ കല്യാണം കഴിക്കാനായിട്ട് അഞ്ജലിയും അർജുൻ ഒരു നിയോഗം എന്ന പോലെ എത്തിച്ചേർന്ന ഒരു സീനാണ് നമ്മൾ എപ്പിസോഡിൻ്റെ അവസാനം കാണുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാത്തിരുന്ന് കാണുക. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ഇനി വളരെ ഉറ്റ സുഹൃത്തായിട്ട് അർജുനും അഞ്ജലിക്കൊപ്പം പാർത്ഥസാരഥി ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണുക. പ്രൊമോയുടെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. അപ്പോൾ പ്രൊമോ റിവ്യൂയുടെ വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ. ബൈ.